ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS പാസ്പോർട്ട് പുതുക്കാനുള്ള NOC നൽകിയില്ലെന്ന് ആരോപണം. ജയതിലകിന്റേത് ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവമെന്നും അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാത്തത് ചട്ടലംഘനമെന്നുമാണ് വിമർശനം. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ചീഫ് സെക്രട്ടറിക്ക് എതിരായ ഗുരുതരമായ ആരോപണങ്ങൾ. വിവരങ്ങളുമായി ടിൻഡു ദാസാണ് ചേരുന്നത്. ടിൻഡു, എന്തായാലും എൻ പ്രശാന്ത് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും രാഖി, അത് തന്നെയാണ്. വീണ്ടും എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തവണ NOC നൽകിയില്ല എന്നാണ് പുതിയൊരു ആരോപണവുമായിട്ട് എൻ പ്രശാന്ത് രംഗത്തെത്തിയിട്ടുള്ളത്. തനിക്ക് പുറത്ത് PhD ചെയ്യാൻ പോകാനായിട്ടും അതോടൊപ്പം തന്നെ ഈ കൊളംബിയയിൽ വെച്ചൊരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ആ റീയൂണിയനിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതും ഇത്തരത്തിലൊരു NOC നൽകാത്തത് കൊണ്ടാണ്. തൻ്റെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് വെറും 30 സെക്കൻഡിനുള്ളിൽ നോൺ ഒഫൻസബിൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അതൊരു ഫോട്ടോയിൽ ഒപ്പിടുന്നത് മാത്രമാണ്. അതൊരു 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന കാര്യമാണ്. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ NOC ലഭിക്കാനായിട്ട് അപേക്ഷ നൽകിയത്. പിന്നീട് ആ NOC ലഭിക്കാതെ വന്നപ്പോൾ വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അന്വേഷണം നടത്തുമ്പോൾ ആ NOC കാണാനില്ല എന്ന് പറയുന്നു. തുടർന്ന് വീണ്ടും അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ആ അപേക്ഷ ഉണ്ട് എന്ന് പറയുന്നു. താൻ അവകാശപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട സമയത്തും അത് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് നടത്തണമെന്ന് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ഹിയറിംഗ് നടത്തണമെന്ന് അറിയിച്ചത് കൊണ്ടാണ് തനിക്ക് പല കാര്യങ്ങളും അവകാശങ്ങളും ലഭിച്ചിട്ടുള്ളത്. ഇത് കൊളംബിയയിൽ വെച്ച് തൻ്റെ റീയൂണിയനിൽ പങ്കെടുക്കാൻ കഴിയാത്തതല്ല വിഷമം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിപാദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ കുറിച്ചിട്ടുള്ളത്. ഒരു ബ്യൂറോക്രാസിയല്ല, അതിന് പകരം അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളൊരു മൈൻഡാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. താൻ അതിനെ നിയമപരമായിട്ട് നേരിടുമെന്നും എൻ പ്രശാന്ത് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ കാലാവധി തുടരുകയാണ്. അതോടൊപ്പം തന്നെ നടപടി ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. തനിക്ക് കൊളംബിയയിൽ നടത്തുന്ന റീയൂണിയൻ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ പുറത്ത് പോയിട്ട് PhD ചെയ്യാൻ സാധിക്കാത്തതും ഇത്തരത്തിൽ നോൺ ഒഫൻസബിൾ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ്. അത് മനഃപൂർവ്വം ചീഫ് സെക്രട്ടറി ഇടപെട്ട് വൈകിപ്പിക്കുന്നു എന്നതാണ് പ്രശാന്ത് പുതുതായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ആരോപണം. രാഖി, ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS രംഗത്ത് എത്തിയിരിക്കുകയാണ്. പാസ്പോർട്ട് പുതുക്കാനുള്ള NOC നൽകിയില്ലെന്നാണ് ആരോപണം. ജയതിലകിന്റേത് ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാത്തത് ചട്ടലംഘനമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ചീഫ് സെക്രട്ടറിക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ടിൻഡു ദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.